ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചനൈറ്റ്. കപ്പ കൊണ്ടുള്ള ഏതൊരു വിഭവവും മലയാളികളുടെ പ്രിയപ്പെട്ട ഒന്നാണ്. കപ്പ പുഴുങ്ങി അത് കാന്താരിമുളകും ഉള്ളിയും ഉപ്പും വെളിച്ചെണ്ണയും ചാലിച്ച് കഴിച്ചാൽ കിട്ടുന്ന ഒരു രുചിയിൽ തുടങ്ങി നിരവധി വ്യത്യസ്ത രീതിയിൽ കപ്പ നമ്മൾ തയ്യാറാക്കി കഴിക്കാറുണ്ട്. അതേപോലെ ഒന്നാണ് കപ്പപ്പുഴുക്ക്. കപ്പയും കടലയും ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന ഈ പുഴുക്ക് രുചിയുടെ കാര്യത്തിൽ മുന്നിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമേ തന്നെ പുഴുക്കിലേക്ക് ആവശ്യമായ കടലയിലേക്കുള്ള മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനായി ചൂടായ പാനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് മൂപ്പിച്ചെടുക്കുക. ഇനി കടല വേവിച്ചെടുക്കുക. ഞാനിവിടെ 1 കപ്പ് കടല ഒരു 7 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണിത്. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കടല വേവിച്ചെടുക്കാം. അപ്പോൾ കടല ഇതെല്ലാം കൂടി ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി കപ്പ വേവിച്ചെടുക്കാം. ഞാനിവിടെ 3/4 കിലോ കപ്പ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഉപ്പ് ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ 1 കപ്പ് തേങ്ങ, കുറച്ച് കറിവേപ്പില, 10 ചെറിയ ഉള്ളി, 3 പച്ചമുളകും ചേർത്ത് ഇതൊന്ന് ഒതുക്കിയെടുക്കുക. അതിനുശേഷം ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളകും ചേർത്ത് താളിക്കാം. ഇനി ഇതിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് 1 മിനിറ്റ് വഴറ്റുക. അതിനുശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന കടലയും കപ്പയും ചേർത്തൊന്ന് ഉടച്ച് നന്നായി യോജിപ്പിച്ചെടുക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊരു 4 മിനിറ്റ് കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ വളരെ രുചികരമായ കപ്പ കടല പുഴുക്ക് റെഡി. ഇത് നമുക്ക് ചെറു ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇത് വൈകുന്നേര സമയങ്ങളിലെല്ലാം കഴിക്കുവാൻ പറ്റിയ ഒരു കൊതിയൂറും വിഭവം തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.